أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم نصف ما ترك أزواجكم من لن يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم من لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم. صدق الله العلي العظيم. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ആയത്തിൽ മക്കളുടെയും മാതാപിതാക്കളുടെയും വിഹിതത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികളുടെ ഓഹരിക്ക് സമമായതുണ്ട്. പെൺകുട്ടി മാത്രമാണെങ്കിൽ പകുതി, ഒന്നിലധികം പെൺകുട്ടികൾ രണ്ടോ അതിലധികമോ പെൺകുട്ടികളാണുള്ളതെങ്കിൽ മൊത്തം സ്വത്തിൻ്റെ 2/3, അതായത് 2/3 ഭാഗം അവർക്കുണ്ട്. മാതാപിതാക്കൾക്ക് അവർക്ക് 1/6 വീതം, 2 പേർക്കും 1/6 അനന്തര സ്വത്തിൽ നിന്ന് അവകാശമുണ്ട്. ഇനി മക്കളില്ലാത്ത അവസ്ഥയിൽ അനന്തരമെടുക്കുന്നത് മാതാപിതാക്കളാണ്. അങ്ങനെ അനന്തരമെടുക്കുമ്പോൾ മാതാവിൻ്റെ ഓഹരി 1/3, പിതാവിൻ്റെത് 2/3 ഇനി മരണപ്പെട്ട ആൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ മാതാവിൻ്റെ ഓഹരി 1/6 ചുരുങ്ങും. മിംബാദി വസിയത്തിൻ യൂസി ബിഹ ഔദൈൻ, മരണപ്പെട്ട ആളുടെ വസിയത്തും അയാളുടെ കടവുമൊക്കെ വീട്ടിയതിന് ശേഷമാണ് അനന്തര സ്വത്ത് ഭാഗിക്കേണ്ടത്. അവസാനമായിട്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കളാണോ മക്കളാണോ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയില്ല. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർണിത ഓഹരിയാണ്. ഫരീളത്തൻ മിനല്ലാഹ്, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീം, അള്ളാഹു അലീമും ഹക്കീമുമാണ്. വീണ്ടും അള്ളാഹു തുടരുകയാണ്. മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ഓഹരി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് ഭർത്താക്കന്മാരുടെ ഓഹരിയെക്കുറിച്ച്. വലക്കും നിസ്ഫു മാ തറക്ക അസുവാജുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ വിട്ടുപോകുന്ന സ്വത്തിൻ്റെ പകുതിയുണ്ട്. ഇല്ലം യക്കുൻ ലഹുന്ന വലതുൻ, അവർക്ക് മക്കളില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള മക്കൾ തന്നെ ആകണമെന്നില്ല, മറ്റൊരു വിവാഹത്തിൽ അവർക്ക് മക്കളുണ്ടായാലും മതി. അവർക്ക് മക്കളേ ഇല്ലെങ്കിൽ, അവരുടേതായ സന്താനങ്ങളേ ഇല്ലെങ്കിൽ അവരുടെ സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്കുണ്ട്. ജാഹിലിയ കാലത്ത് ഒരാൾക്ക് സന്താനമില്ലെങ്കിൽ, അയാളുടെ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യയിൽ അയാൾക്ക് മക്കളില്ലെങ്കിൽ അയാൾ അജ്നബിയായിട്ട്, അപരിചിതനായിട്ട് മാറിയിരുന്നു. ഭാര്യയുടെ മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ പിന്നീട് അയാൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. മരണപ്പെട്ടു പോയ ഭാര്യയിൽ അയാൾക്ക് മക്കളില്ലാത്ത പക്ഷം ഭാര്യയുടെ സ്വത്ത് പൂർണ്ണമായിട്ടും എടുത്തിരുന്നതും ഭാര്യയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായിരുന്നു. അയാൾക്ക് സ്വത്തൊന്നും കിട്ടിയിരുന്നില്ല. ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ വിട്ടേച്ച് പോകുന്ന ധനത്തിൻ്റെ പകുതിയുണ്ട് അവർക്ക് സന്താനങ്ങളില്ലെങ്കിൽ. അവർക്ക് നിങ്ങളിൽ സന്താനങ്ങളില്ലാതിരുന്നാലും, അവർക്ക് മറ്റേതെങ്കിലും വിവാഹത്തിൽ സന്താനങ്ങളില്ലാതിരുന്നാലും, അങ്ങനെ അവർക്ക് സന്താനമേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്വത്തിൻ്റെ പകുതിയുണ്ട്. ഇനി അവർക്ക് സന്താനമുണ്ടെങ്കിൽ ഫൈൻകാന ലഹുന്ന വലതുൻ ഫലക്കുമുർ റുബു മിമ്മാ തറക്ന, അവർ അവശേഷിപ്പിക്കുന്ന ധനത്തിൻ്റെ 4/1 നിങ്ങൾക്കുണ്ട്. സന്താനങ്ങളില്ലെങ്കിൽ 2/1, സന്താനങ്ങളുണ്ടെങ്കിൽ 4/1. മിംബഅദി വസിയത്തിൻ യൂസീന ബിഹ ഔദൈൻ, അവരുടെ വസിയത്തും
അതുപോലെ അവരുടെ കടവും വീട്ടിയതിനു ശേഷം. അതേപോലെ വലഹുന്ന റുബുഉ മിമ്മാ തറക്തും ഇല്ലം യകുല്ലക്കും വലത്, നിങ്ങൾക്ക് സന്താനങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ധനത്തിൻ്റെ 1/4 കുറേ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ ഭാര്യമാർക്കും കൂടിയാണ് 1/4. കാരണം ഓരോ ആളുകൾക്കും 1/4 മറ്റോ വിഹിതം വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാരുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ മറ്റ് അനന്തരാവകാശികൾക്ക് അത് ഒരു ദ്രോഹമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് എല്ലാ ഭാര്യമാർക്കും ചേർത്തിയിട്ടാണ് 1/4 പറഞ്ഞിരിക്കുന്നത്. വലഹുന്ന റുബുഉ മിമ്മാ തറക്തും, നിങ്ങൾ അവശേഷിപ്പിക്കുന്ന ധനത്തിൻ്റെ 1/4 നിങ്ങളുടെ ഭാര്യമാർക്കുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ. ഇനി നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ ഫൈൻകാന ലക്കും വലതുൻ ഫലഹുന്ന സുമ്നു മിമ്മാ തറക്തും, അവർക്ക് 1/8 വിഹിതമുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ. മിംബഅദി വസിയത്തിൻ തൂസൂന ബിഹാ ഔദൈൻ, നിങ്ങൾ ചെയ്ത വസിയത്തും നിങ്ങളുടെ കടവുമൊക്കെ വീട്ടിയതിന് ശേഷം. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരി. കഴിഞ്ഞ ആയത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഓഹരിയെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം മാതാപിതാക്കളുടെ ഓഹരിയെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരിയാണ്. അത് പറഞ്ഞ ശേഷം അള്ളാഹു പിന്നീട് പറയുന്നത് അനന്തരമെടുക്കാൻ മക്കളോ പിതാവോ ഇല്ലാത്ത സാഹചര്യത്തിൽ മരണപ്പെട്ടയാളുടെ സ്വത്ത് എന്തു ചെയ്യണം എന്ന വിഷയമാണ്. അള്ളാഹു പറയുന്നു, വൈൻകാന റജുലുൻ യൂറസു കലാല, ഒരു വ്യക്തി അനന്തരമെടുക്കപ്പെടുന്നത്, ഒരു പുരുഷൻ അനന്തരമെടുക്കപ്പെടുന്നത് കലാലത്തായിട്ടാണ്. കലാലത്ത് എന്ന് പറഞ്ഞാൽ അനന്തരമെടുക്കാൻ മക്കളോ പിതാവോ ഇല്ലാത്ത ആളെയാണ് കലാലത്തെന്ന് പറയുന്നത്. അങ്ങനെ അനന്തരമെടുക്കപ്പെടുന്ന വ്യക്തിക്കും കലാലത്തെന്ന് പറയും. അത്തരം സാഹചര്യത്തിൽ അനന്തരമെടുക്കുന്ന ബന്ധുക്കൾക്കും കലാലത്തെന്ന് പറയും. ഇവിടെ അള്ളാഹു പറയുന്നത് കലാലത്തിൻ്റെ അവസ്ഥയിൽ ഒരാൾ അനന്തരമെടുക്കപ്പെടുകയാണ്, ഒരു പുരുഷൻ അനന്തരമെടുക്കപ്പെടുകയാണ്. അവിമ്രാത്തുൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ. വലഹു അഹുൻ ഔ ഉഖ്തുൻ, അവർക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ട് എങ്കിൽ ഫലിക്കുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്, അവർക്ക് ഓരോരുത്തർക്കും 1/6 വിഹിതം കിട്ടണം, 1/6 കിട്ടണം. ഇവിടെ പറയുന്ന സഹോദരനും സഹോദരിയും അഹുൻ ഔ ഉഖ്തുൻ എന്ന് പറഞ്ഞത്, അഥവാ സഹോദരന്മാർ, അത് മാതാവിലുള്ള സഹോദരന്മാരാണ്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് അയാളുടെ മാതാവിൽ മറ്റ് സഹോദരങ്ങളുണ്ട്. അയാളുടെ പിതാവിൻ്റെ കുട്ടികളല്ല, മരണപ്പെട്ട ആളുടെ മാതാവിൻ്റെ മറ്റു മക്കൾ. പിതാവ് വേറെയാകാം, യൂട്ടറിൻ ബ്രദേഴ്സ്, മാതാവൊത്ത സഹോദരന്മാർ. ഇവിടെ പറയുന്ന സഹോദരന്മാർ അവരാണെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല. കാരണം മറ്റ് സഹോദരന്മാരുടെ വിഷയം ഈ സൂറയുടെ അവസാനത്തിൽ വരുന്നുണ്ട്, കലാലത്തിൻ്റെ വിഷയം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ സഹോദരന്മാർ അതുകൊണ്ട് തന്നെ യൂട്ടറിൻ ബ്രദേഴ്സാണ്, മാതാവത്ത സഹോദരന്മാരാണ്. കലാലത്തായിട്ട് അനന്തരമെടുക്കപ്പെടുമ്പോൾ അവർക്ക് അള്ളാഹു ഒരു നിശ്ചിത ഷെയർ കൊടുക്കുകയാണ്. അവർ ഷെയറേഴ്സിൽപ്പെട്ടതാണ്. സാധാരണ ഉമ്മ സഹോദരന്മാർ അവഗണിക്കപ്പെട്ടിരുന്നു, അവർക്ക് ഷെയർ കിട്ടിയിരുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് അവരുടെ ഷെയർ പറയുകയാണ്, 1/6 അവർക്ക് കൊടുക്കണം. 1/6 കൊടുക്കണം എന്ന് പറഞ്ഞാൽ സഹോദരനും 1/6 കൊടുക്കണം, സഹോദരിക്കും 1/6 കൊടുക്കണം. ഓരോ ആളുകളാണ് അവരുള്ളതെങ്കിൽ. പക്ഷെ അവർ കൂടുതൽ പേരുണ്ടെങ്കിൽ, ഫൈൻകാനു അക്സറ മിൻ ദാലിക, ഒരു സഹോദരനും ഒരു സഹോദരിയും അല്ല ഉള്ളത്, അതിൽ കൂടുതലുണ്ടെങ്കിൽ അവർ 1/3 തുല്യ അവകാശികളാണ്. ഫൈൻകാനു അക്സറ മിൻ ദാലിക ഫഹും ഷുറക്കാ ഉ ഫി സുലുസ്, 1/3 പങ്കാളികളാണ്, അവർ തുല്യമായിട്ട് പങ്കാളികളാണ്. മിൻ ബഅദി വസിയത്തിൻ യൂസാ ബിഹ ഔ ദൈനിൻ ഗൈറ മുലാർ, വസിയത്തിനും കടത്തിനും ഗൈറ മുലാർ, ദ്രോഹകരമല്ലാത്ത കടത്തിനും ദ്രോഹകരമല്ലാത്ത വസിയത്തിനും ശേഷം. കലാലത്തായിട്ട് അനന്തരമെടുക്കപ്പെടുന്ന കാര്യം പറയുമ്പോൾ മാത്രമാണ് ഈ ദ്രോഹകരമല്ലാത്ത എന്നൊരു വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ പറഞ്ഞത് ഒരാൾ ചെയ്ത വസിയത്തും അയാളുടെ കടവും വീട്ടിയതിന് ശേഷം എന്നാണ്. പക്ഷേ കലാലത്തായിട്ട് അനന്തരമെടുക്കപ്പെടുമ്പോൾ അയാളുടെ ദ്രോഹകരമല്ലാത്ത വസിയത്ത് അങ്ങനെ പറയാൻ കാരണം, കലാലത്തായിട്ട് അനന്തരമെടുക്കപ്പെടുന്ന വ്യക്തി അഥവാ അനന്തരമെടുക്കാൻ മക്കളില്ല,
അനന്തരമെടുക്കുന്ന പിതാവുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പാർശ്വബന്ധുക്കളിലേക്കാണ് പോകുന്നത്. സൈഡ് റിലേറ്റീവ്സ്, അതായത് സഹോദരന്മാർക്കും മറ്റുമാണ് സ്വത്ത് പോകുന്നത്. അതറിഞ്ഞുകൊണ്ട് കലാലത്തായിട്ട് അനന്തരമെടുക്കപ്പെടുന്ന വ്യക്തി ചില വസിയത്തുകൾ ചെയ്തേക്കാം. അയാളുടെ ധനം അയാൾക്ക് ഇഷ്ടമായ രീതിയിൽ അവർക്ക് പോകാതിരിക്കാൻ വേണ്ടി ചില വസിയത്തുകൾ ചെയ്തേക്കാം. അത്തരം വസിയത്തുകളെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ദ്രോഹകരമായ വസിയത്ത്. അനന്തരസ്വത്ത് സഹോദരന്മാർക്ക് കിട്ടരുത് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ദുരുദ്ദേശത്തോടെ ചെയ്യുന്ന വസിയത്തുകൾ, അത്തരം വസിയത്തുകൾ ചെയ്യാൻ പാടില്ല. ദ്രോഹകരമായ വസിയത്തും അതുപോലെ അനാവശ്യമായി വരുത്തി വെക്കുന്ന കടവും, അത്തരം സംഗതികളെ സൂചിപ്പിക്കാനാണ് ഗൈറ മുലാർ എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ്രോഹകരമല്ലാത്ത വസിയത്തും കടവും വീട്ടിയതിന് ശേഷം എന്നെടുത്ത് പറഞ്ഞത്. വസിയത്തം മിനല്ലാ, ഇത് അള്ളാഹുവിൻ്റെ വസിയത്താണ്. വല്ലാഹു അലീമുൻ ഹലീം, അള്ളാഹു അലീമുമാണ് ഹലീമുമാണ്, എല്ലാം അറിയുന്നവനുമാണ്, അങ്ങേയറ്റം സോഫ്റ്റാണ്, ദയുള്ളവനാണ്. ഇവിടെ അള്ളാഹുവിനെക്കുറിച്ച് അലീമാണ് അതുപോലെ അവൻ ഹലീമാണ് എന്ന രണ്ട് സിഫത്ത് പറയാൻ കാരണം, ജാഹിലിയ കാലത്ത് അനന്തരസ്വത്ത് കൊടുത്തിരുന്ന സമയത്ത് ഉമ്മ ഒത്ത സഹോദരന്മാരെയൊക്കെ അവഗണിച്ചിരുന്നു. അത് ഒരു ജഹിലാണ്, വിവരക്കേടാണ്. അള്ളാഹു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, അത്തരം ആളുകൾക്ക് റിസർവേഷൻ ഉണ്ട്, അവർക്ക് 1/6 ഒരാൾക്ക്, ഓരോ ആൾക്കും. 2 അതിലധികമോ ആളുകളുണ്ടെങ്കിൽ മൊത്തം സ്വത്തിൻ്റെ 3 ഭാഗത്തിൽ 1 അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഹലീം എന്ന് പറയാൻ കാരണം, അനന്തരസ്വത്ത് കൊടുത്തിരുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ല. അത് അവരുടെ മനസ്സിൻ്റെ കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു അവൻ ഹലീമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹു ഇൽമിൻ്റെയും ഹിൽമിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വസിയത്ത് വെക്കുകയാണ്. ഇതനുസരിച്ചിട്ട് വേണം അനന്തരസ്വത്ത് ഭാഗിക്കാൻ. കലാലത്തിൻ്റെ വിഷയം ഇവിടെ തീരുന്നില്ല. കാരണം കലാലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഉമ്മ ഒത്ത സഹോദരന്മാരുടെ ഷെയർ മാത്രമാണ് പറഞ്ഞത്. പിന്നെ മൊത്തം സ്വത്ത് എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന കാര്യം ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ബാക്കിയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ കലാലത്തിനെക്കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൂറയുടെ അവസാനത്തിൽ ഒരു അപ്പൻഡിക്സ് പോലെ സൂറയുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ ശേഷം അള്ളാഹു അവസാനമായിട്ട് ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത്. ആ ആയത്തിൽ കലാലത്തിൻ്റെ വിഷയം തന്നെയാണ് വീണ്ടും ഡീൽ ചെയ്യുന്നത്. കലാലത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ വേറെയും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, കലാലത്ത് എന്ന് പറയുന്നത് ആർക്കാണ് എന്നതാണ്. കലാലത്തെന്ന് പറയുന്നത് അനന്തരമെടുക്കാൻ കുട്ടികളോ പിതാവോ ഇല്ലാത്തവരാണ് ഖുർആൻ ഉപയോഗിച്ച കലാലത്ത് എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെയാണ് പിന്നീട് ഐക്യകണ്ഠേന എല്ലാവരും അംഗീകരിച്ചത്. മറ്റു ചില സ്വഹാബാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കലാലത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വൈന്ന മൗഖൂദത്തും മിനൽ ഇക്കിലീൽ, ഇക്കിലീൽ എന്ന വാക്കിൽ നിന്നാണ് കലാലത്ത് എന്ന വാക്ക് ഉണ്ടാകുന്നത്. ഇക്കിലീൽ എന്ന് പറയുന്നത് അല്ലദീ യുഹീത്തു ബിർറഇസി മിൻ ജവാനിബി, ഒരാളുടെ തലയെ സൈഡിൽ നിന്ന് കെട്ടുന്ന കെട്ടിനാണ്, തലയിൽ കെട്ടിനാണ് ഇക്കിലീൽ എന്ന് പറയുന്നത്. വലിഹാദ ഫസറഹ അക്തറുൽ ഉലമായി ബിമൻ യമൂത്തു വലൈസ ലഹു വലതുൻ വലാ വാലിദുൻ, കുട്ടിയോ പിതാവോ ഇല്ലാത്തവരെന്നാണ് ഭൂരിപക്ഷം ആളുകളും അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വമിനന്നാസി മൻ യഖൂലു അൽ കലാലത്തു മൻ ലാ വലദലഹു, കുട്ടികളില്ലാത്തവർക്ക് മാത്രമാണ് കലാലത്ത് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. കമാ ദല്ലത്ത് അലൈഹി ആദിയില്ലായ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂറ നിസായിൽ അവസാനത്തെ ആയത്തിനെയാണ് ഉദ്ധരിക്കുന്നത്. അതായത് അനന്തരമെടുക്കാൻ കുട്ടികളില്ലാത്ത ആൾ, മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം, അത്തരം ആളുകളെയും കലാലത്ത് എന്ന് പറഞ്ഞിരുന്നു. അനന്തരമെടുക്കാൻ പിതാവും കുട്ടികളും ഇല്ലാത്ത അവസ്ഥയിലുള്ള ആൾ എന്നും കലാലത്തിന് അർത്ഥം പറഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആനിൽ ഉപയോഗിച്ച കലാലത്ത് അനന്തരമെടുക്കാൻ പിതാവും കുട്ടികളും ഇല്ലാത്ത ആൾ എന്ന അർത്ഥം പറഞ്ഞത്. ആ അർത്ഥമാണ് പിന്നീട് എല്ലാവരും അംഗീകരിച്ച അർത്ഥമായിട്ട് മാറിയത്. അതുപോലെ കലാലത്ത് എന്നുള്ളത് അനന്തരമെടുക്കപ്പെടുന്ന വ്യക്തിക്കും അനന്തരമെടുക്കുന്ന ബന്ധുക്കൾക്കും രണ്ടുപേർക്കും ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ്. അതോടൊപ്പം ഖുർആനിൽ ഈ പ്രയോഗം അത്തരത്തിൽ അനന്തരമെടുക്കപ്പെടുന്ന ഒരു അവസ്ഥക്ക് കൂടി ഉപയോഗിക്കുകയാണ്. ഫിൽ കലാല, കലാലത്തിൻ്റെ കാര്യത്തിൽ വിധി പറയുന്നു എന്ന് പറയുമ്പോൾ കലാലത്ത് എന്നത് ഒരു അവസ്ഥ കൂടിയായിട്ട് ഖുർആൻ ഉപയോഗിക്കുകയാണ്. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു,
അറബിയിൽ ഖുർആനിലല്ലാതെ ഇങ്ങനെ ഒരു പ്രയോഗം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന്. അറബി കവിതകളിലോ മറ്റോ ഒരവസ്ഥയെ കുറിക്കാൻ കലാലത്ത് എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കലാലത്ത് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ച ദുഷ്കരമായ വാക്കുകളുടെ കൂട്ടത്തിലാണ് പെടുത്താറ്. ഖറായിബുൽ ഖുർആനിൽ റെയർലി വന്ന വാക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആദ്യകാലത്ത് ചർച്ച ചെയ്തിരുന്നത്. കാരണം അന്ന് ഈ വാക്ക് വളരെ റെയർലി മാത്രം ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അതുകൊണ്ട് ഖുർആൻ ഏത് അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചത് എന്ന കാര്യം വലിയ ചർച്ചയ്ക്ക് വിധേയമായ ഒരു സംഗതിയാണ്. എന്തായാലും കലാലത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു, ഉമ്മ ഒത്ത സഹോദരന്മാർക്ക് 1/3, 2-ലധികം പേരുണ്ടെങ്കിൽ 1/3 അവർ അവകാശികളാണ്. ഓരോ ആളാണെങ്കിൽ 1/6, 6-1 ഓരോ ആൾക്ക് കിട്ടണം. ഒരു സഹോദരിയാണെങ്കിൽ 6-1, ഒരു സഹോദരൻ 6-1. അവിടെയൊന്നും ആണ് പെണ്ണ് എന്ന വിവേചനമില്ല. എല്ലാവർക്കും 1/3 അവർ തുല്യ അവകാശികളാണ്. ഇങ്ങനെ പറഞ്ഞെങ്കിലും കലാലത്തിൻ്റെ അവസ്ഥയിൽ സ്വത്ത് ഇനി എങ്ങനെ ആർക്ക് പോകണം എന്ന വിഷയം ബാക്കിയാകുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ അക്സറ മിമ്മാ സഅൽതുഹു അനിൽ കലാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കലാലത്തിനെക്കുറിച്ച് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ വേറൊരു വിഷയവും ചോദിച്ചിട്ടില്ല. ഹത്താ തഅന ബി ഉസ്ബുഇ ഫി സ്വദ്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വിരൽ എൻ്റെ നെഞ്ചിലിങ്ങനെ കുത്തിയിട്ട് വഖാല യക്ഫീക ആയത്തു സൈഫില്ലത്തി ഫി ആഖിരി സൂറത്തി നിസാ. സൂറത്ത് നിസായിലെ അവസാനത്തെ ആയത്തിന് എനിക്ക് മതിയില്ലേ എന്ന് റസൂലുള്ള എന്നോട് ചോദിക്കുവോളം ഞാൻ റസൂലിനോട് കലാലത്തിൻ്റെ വിഷയം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സൂറത്തു നിസായിൻ്റെ അവസാനത്തെ ആയത്ത് കൂടി നമുക്കിതിനോടൊപ്പം ചേർത്ത് ചർച്ച ചെയ്യാം. അതിനുശേഷം സൂറ നിസായിൻ്റെ ബാക്കി ആയത്തുകൾ നമുക്ക് തുടരാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.